ഒരു പക്ഷേ ജനം ടി വി മാത്രം ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങളെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നതുണ്ടല്ലോ, അതുപോലൊരു വിഷയമാണെന്ന് പറയേണ്ടി വരും. CPM എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിയിൽ ഇപ്പോൾ PFI ഭീകരവാദികളൊരു നിർണായക സ്വാധീന ശക്തിയായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ നിരോധനത്തിന് പിന്നാലെ ഈ PFI കേഡറുകളിൽ നിന്ന് CPMലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നു പലരും. അത് പ്രാദേശികമായി പല നയ തീരുമാനങ്ങളിലും ഇവർ സ്വാധീന കേന്ദ്രങ്ങളാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ തീരുമാനങ്ങളും വരുമ്പോൾ. മതഭീകരവാദികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ കടന്നു കയറിയിട്ടുണ്ട് എന്ന് കേന്ദ്ര IB സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടുകളും നിലവിലുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടുകൾ എവിടെ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ആ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ അത് പൂഴ്ത്തിവെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതൽ പേരും SDPIയിലേക്ക് മാറിയതിനൊപ്പം ഒരു വിഭാഗം PFI ഗ്രൂപ്പുകൾ എത്തിയത് CPMലേക്കാണ് എന്നും റിപ്പോർട്ടുകൾ വരുന്നു. മാത്രമല്ല ചില പ്രാദേശിക ഭരണകൂടത്തെ നമ്മൾ ചികഞ്ഞാലും അറിയാൻ കഴിയും. കാരണം SDPI ഭരിക്കുന്ന അല്ലെങ്കിൽ CPM ഭരിക്കുന്ന ഇടത്ത് എങ്ങനെയാണ് ഇവർ തമ്മിൽ പരസ്പര ഉണ്ടാകാറുണ്ട്. ശരി, എന്തായാലും സുധീഷ് ഗോപാലാണ് ഈ വാർത്തയുടെ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. സുധീഷ് നമസ്തേ. ഇതിനിടയിൽ ജിജീഷിനെ ഒന്ന് കണ്ടുപോയി, കാരണം ജിജീഷിന്റെ റിപ്പോർട്ട് കൂടിയാണ്, അതുകൊണ്ട് തന്നെയാണ്. ശരി സുധീഷ് നമസ്തേ. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ആശങ്കയുളവാക്കുന്നത് ഒരുപക്ഷെ ഈ കേന്ദ്ര IB സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്നതെങ്കിലും ഈ വീണ പറഞ്ഞ പോലെ തന്നെ ഇത് ആരുടെ പാർട്ടിയിലാണെന്ന് ഒഴിഞ്ഞു കയറിയത് അവർ തന്നെയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ റിപ്പോർട്ടുകൾ സ്വാഭാവികമായി പൂഴ്ത്തി വെക്കേണ്ടി വരുന്നു എന്നതുകൂടിയാണ്. അങ്ങനെ തന്നെയാണ്. മുൻകാലങ്ങളിൽ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്നവർ അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ പല ഘട്ടങ്ങളുണ്ട്. അതിൽ ഒരു മൂന്നാം ഘട്ടമൊക്കെ കഴിയുമ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു വരികയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറുകയും ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. എന്നാൽ 2022 സെപ്റ്റംബറിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ നിരോധിച്ചതോടെ ഇത്തരത്തിലുള്ള ഒരു ചേക്കേറൽ വ്യാപകമായി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് വളരെ കൃത്യമായ ആസൂത്രണത്തോടെ CPMലും അത് ഭരണകക്ഷിയിൽപ്പെട്ട അതിലെ ഘടകകക്ഷികളുടെ അടക്കവും പ്രധാനമായും CPMലും ചേക്കേറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലും കയറിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വളരെ ഗൗരവതരമായ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അത് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയും സംസ്ഥാന പോലീസിൻ്റെ ഭാഗമായുള്ള ഇൻ്റലിജൻസ് വൃത്തങ്ങളും എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടും അതിനെ ഗൗരവതരമായി കാണാതെ ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഇപ്പോൾ നമുക്കറിയാം ഇതിന് IS ബന്ധം പോലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ട് പോലും അതിനെ പ്രാധാന്യത്തോടെ കാണാനും ഇതിനെ പ്രതിരോധിക്കാനോ ഉള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്താണ് ഇപ്പോൾ CPM സമ്മേളനം നടക്കുമ്പോൾ അതിൽ പോലും സ്വാധീനം ചെലുത്തി നിർണായക ശക്തിയായി ഇവർ മാറുന്ന ഒരു സാഹചര്യം. അവരുടെ ആ വികാരത്തോടെ നിൽക്കുന്നവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക, നാളുകളിൽ ഉണ്ടാകുന്ന വിവിധ വിഷയങ്ങളിൽ അവർക്ക് അനുകൂലമായ അവരോട് മൃദു സമീപനം സ്വീകരിച്ചു അവർക്ക് അനുകൂലമായ നിലപാടും പാർട്ടിയെ കൊണ്ട് സ്വീകരിപ്പിക്കുക എന്ന തലത്തിലേക്ക് ലക്ഷ്യം വെച്ചുള്ള വളരെ ആസൂത്രിതമായ നീക്കം നടക്കുന്നു. അതിലൂടെ പോലീസ് സേനയിൽ അടക്കം അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്നു, അവരുടെ പ്രവർത്തനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിയുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു പോകുന്ന ഒരു സമീപനമാണ് നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള ചേക്കേറൽ വലിയ രീതിയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ വലിയ തോതിൽ വർദ്ധിച്ചു എന്നതാണ് ഈ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പൂർണ്ണമായും പൂഴ്ത്തിവെച്ചത് അത് കേരളത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ വലിയ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ CPM സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ CPM സമ്മേളനത്തിൽ അവരുടെ ശക്തി കൂടുതൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ PV അൻവറും മറ്റും മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങളും അതേ തുടർന്നുണ്ടാവുന്ന വിവിധ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം CPMൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിലെല്ലാം തന്നെ വലിയ സ്വാധീന ശക്തിയായി ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും മറ്റും അവരുടെ നേതാക്കളുടെയും മറ്റും ആസൂത്രണങ്ങൾ നീങ്ങുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിനെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. എന്നാൽ അങ്ങനെ കാണുന്നില്ല. അത് വലിയ അപകടകരമായ രീതിയിൽ മാറുന്നു എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നം. ഇതിപ്പോൾ CPMൽ മാത്രമല്ല കോൺഗ്രസിലും കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ LDFിലെയും UDFിലെയും വിവിധ ഘടകകക്ഷികളിലും ഇവരുടെ സാന്നിധ്യം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവരുടെ പ്രവർത്തന രീതികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന തരത്തിൽ അത് ചെയ്തുകൊണ്ട് CPMലെ മറ്റ് താല്പര്യങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടി മറ്റ് മുതിർന്ന നേതാക്കളടക്കം പ്രവർത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുന്നു. ഇപ്പോൾ ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ KT ജലീൽ പോലും അതിൽ അൻവറിനൊപ്പം നിൽക്കാതെ പിണറായിയെ പിന്തുണച്ച് വരുമ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള ഒരു ന്യൂനപക്ഷ പ്രീണന സമീപനം CPM തുടരുമെന്ന ഉറപ്പിൻ്റെ പുറത്ത് തന്നെയാവണം ആ രീതിയിലേക്ക് സമീപനം മറന്നു. അത്തരമൊരു ഉറപ്പ് നേരത്തെ തന്നെ CPMൽ നിന്നും ഇത്തരം ആൾക്കാർ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തുടർച്ചയായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇപ്പോൾ CPMൽ നിലനിൽക്കുന്ന വലിയ ഭീഷണിയും. അനു.
തീർച്ചയായും സുധീഷ്, അപ്പോഴും മറ്റൊരു സംശയം ചോദിച്ചോട്ടെ. കാരണം ഇങ്ങനെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ട് എന്നത് ഒരുപക്ഷെ നേരത്തെ പല മാധ്യമങ്ങളും ചെറുതായിട്ടെങ്കിലും ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ നമ്മളടക്കം ഒന്ന് സൂചിപ്പിച്ച് വിട്ടതാണ്. അങ്ങനെയാണെങ്കിലും ഇത് ഏറ്റെടുക്കേണ്ടിയിരുന്നത് ആരായിരുന്നു? ഇവിടുത്തെ പ്രതിപക്ഷമായിരുന്നു. അങ്ങനെ ഒരു പ്രതിപക്ഷമില്ലേ? പ്രതിപക്ഷത്തിന്റെ ജോലിയാണ് പലപ്പോഴും PV അൻവർ നടത്തിയത് എന്ന ഒരു വലിയ ആക്ഷേപം. കാരണം ഇത്രയും ശക്തമായി ഈ സർക്കാരിനെതിരെ പറയാൻ പ്രതിപക്ഷത്തിനായോ എന്നൊരു വലിയ ചോദ്യം ഉണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സംസ്ഥാനം ഭരിച്ച UDF ഭരിക്കുന്ന കാലത്തെല്ലാം തന്നെ ഇത്തരം പ്രീണനങ്ങൾ നമ്മൾ കണ്ടിരുന്നതാണ്. അതിൻ്റെ ഒരു തുടർച്ച. ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള സമീപനങ്ങളെ എതിർക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല. കോൺഗ്രസിൽ പ്രധാനമായും അത്തരത്തിൽ എതിർത്തത് AK ആന്റണി ആയിരുന്നു. അന്ന് ഈ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു, അത് നേടിയെടുക്കുന്നു എന്ന തരത്തിൽ ഒരു പരാമർശം നടത്തിയതിൻ്റെ പേരിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും UDF പരാജയപ്പെടുകയും അതിനുശേഷം AK ആന്റണിക്ക് 2004 മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചൊഴിയേണ്ട സാഹചര്യവുമാണ് വന്നത്. അത്തരമൊരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമ്പോൾ ഒരു തരത്തിലും ഇതിനെതിരെയുള്ള ഒരു വിമർശനവും UDFിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയോ ചെയ്യേണ്ടതില്ല. അത് കേരള രാഷ്ട്രീയം ഇന്ന് വരെ കണ്ട ചരിത്രമാണ്. VS അച്യുതാനന്ദനും ഒരു തവണ ഇത്തരത്തിലുള്ള വളരെ വിമർശനകരമായ ഒരു കാര്യം മുന്നോട്ട് വെച്ചു. അത് പറഞ്ഞത് കേരളത്തിൽ മുസ്ലിം സമുദായം അവർ ന്യൂനപക്ഷത്തിൽ നിന്ന് ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു, കേരളം അവരുടെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞപ്പോൾ അതിനും വലിയ രീതിയിലുള്ള വിമർശനമാണ് പിണറായി അടക്കമുള്ളവർ പാർട്ടിയിൽ VSനെതിരെ ഉതിർത്തത്. അതിൻ്റെ എല്ലാം തുടർച്ച തന്നെയാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഇത്തരം വളരെ അപകടകരമായ സമീപനങ്ങളെ ഇല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ അതിനെ മറച്ചു വെച്ച് മുന്നോട്ട് പോകാനാണ് LDF UDFും ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം കൂടെ കാണേണ്ടതുണ്ട്. SDPI തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു വാർഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ വോട്ട് എവിടേക്ക് പോകുന്നു? അത് ലക്ഷ്യം വെച്ചാണ് LDFും UDFും കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തന്നെയാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചും മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ അടക്കം നേടിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ LDFിന്റെ CPM ഉദ്ദേശിക്കുന്നതെന്ന് സത്യത്തിൽ മനസ്സിലാകുന്നില്ല. കാരണം ഈ നിരോധിത സംഘടനയിൽ നിന്ന് തന്നെ പല രക്തസാക്ഷികൾ CPMനുണ്ടായ ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നില്ല. അഭിമന്യു അടക്കം നമുക്ക് കാണിക്കാൻ കഴിയുന്ന ചില രക്തസാക്ഷികൾ. പക്ഷെ എന്നിട്ടും സംഭവിക്കുന്ന ഇതൊക്കെയാണ്.